ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की महिमा हो. ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ ഫിന്നി പാസ്റ്റർ കുടുംബം, माननीय फिन्नी पास्टर कुटुंब, മുൻനിരയിൽ പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, जो साथ में काम करने वाले भाई लोग, ഈ ആരാധനയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. यहाँ बैठे हर एक परमेश्वर के बच्चों को परमेश्वर के नाम यीशु मसीह के नाम में स्वागत. മറ്റ് മുഖവരിയിലേക്കൊന്നും കടക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. और आगे कुछ मैं इंट्रोडक्शन में कहना नहीं चाहता हूँ. വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവസന്നിധിയിൽ ചില മിനിറ്റുകൾ നമുക്കായിരിക്കാം. प्रार्थना के साथ परमेश्वर सन्निधि में बैठेंगे. ഇതുവരെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരുന്നല്ലോ. अभी तक परमेश्वर का बहुत बड़ा सामर्थ्य यहाँ व्यापार किया है. ഇന്ന് പകൽ യേശുവിന്റെ സ്പർശനം അനുഭവിപ്പാൻ, കർത്താവിന്റെ സ്പർശനം അനുഭവിപ്പാൻ, अभी तक परमेश्वर के स्पर्शन को अनुभव करने, അവന്റെ ശക്തി ജീവിതത്തിൽ അനുഭവിപ്പാൻ, उसके सामर्थ्य को हमारे जीवन में अनुभव करने കർത്താവ് ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. परमेश्वर ने मौका दिया, इसके लिए परमेश्वर धन्यवाद देते हैं. നമുക്കൊന്ന് 2-3 വേദഭാഗങ്ങൾ നമുക്ക് വേഗത്തിൽ വായിക്കാം. 2-3 परमेश्वर का वचन हम जल्द से जल्द पढ़ेंगे. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം लूका लिखे सुख समाचार 18-ാം അധ്യായം उसके 18वां आयत 9 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് 9 വായിക്കാം. से 14 तक जरा पढ़िए. പ്രൈസ് ദി ലോർഡ്. हालेलुया. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. जो अपने आप को बड़ा करेगा वो छोटा किया जाएगा. പ്രൈസ് ദി ലോർഡ്. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. जो പ്രൈസ് ദി अपने ലോർഡ്. आप को छोटा किया जाएगा वो उसे बढ़ाया जाएगा. ഹല്ലേലൂയ. ഇവിടെ ആരാധനയ്ക്ക് വരുന്ന, ആലയത്തിൽ വരുന്ന, പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ മനോഭാവം, यहाँ जो आराधना करने के लिए जो आते हैं, प्रार्थना करने के लिए जो आते हैं, परमेश्वर के मंदिर में जो आते हैं, उनकी सोच के बारे में. പ്രൈസ് ഗോഡ്. ഇവിടെ 2 പേരെ കുറിച്ച് പറയുന്നുണ്ട്. या 2 जन के बारे में कहता है. ഒരാൾ ചുങ്കക്കാരൻ, एक चुंगा लेने वाला വേറൊരാൾ പരീശൻ. और दूसरा है परीशी. അവർ 2 പേരും തീരുമാനമെടുത്തു, പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനമെടുത്തു. ये दोनों ने प्रार्थना करने का निर्णय लिया. വളരെ നല്ല കാര്യമാണ് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കുന്നത്. സ്തോത്രം. बहुत अच्छी बात है प्रार्थना के लिए जो निर्णय लेता है. അവർ തീരുമാനമെടുത്തതുപോലെ തന്നെ 2 പേരും ആലയത്തിൽ പോയി. और जैसे निर्णय ले वैसे दोनों ने परमेश्वर के मंदिर में गए. എനിക്ക് തോന്നുന്നു ആ ഭാഗം വായിക്കുമ്പോൾ 2 പേരും ഒരുപോലെയാ പോയതെന്ന് തോന്നുന്നു. സ്തോത്രം. इस प्रकार लगता है कि दोनों एक साथ गए. കാരണം ചുങ്കക്കാരൻ പറയുന്നുണ്ട്, ഈ പരീശൻ പറയുന്നുണ്ട്, ഈ ചുങ്കക്കാരനെ പോലെ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. സ്തോത്രം. कि वो फरीसी इस प्रकार कहते चुंगा लेने वाले के समान नहीं है, मैं तेरी आराधना करता हूँ. 2 പേരും ഏതാണ്ട് ഒരുപോലെയാണ് ആലയത്തിൽ പോയത്. दोनों एक समान मंदिर में गए. അവർ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തതുപോലെ തന്നെ അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു. जैसे उन्होंने निर्णय लिया उसी प्रकार उन्होंने प्रार्थना भी किया. 2 പേർക്കും റിസൾട്ട് ഉണ്ടായി. दोनों को उसका परिणाम मिला. ഇന്ന് രാവിലെ നമ്മളെല്ലാം ആരാധനയ്ക്ക് തീരുമാനമെടുത്ത് വന്നവരാണ്. സ്തോത്രം. आज सुबह हम सब आराधना के निर्णय लेके आए हुए हैं. നമ്മളെല്ലാവരും തീരുമാനമെടുത്തതുപോലെ തന്നെ ആലയത്തിൽ വന്നു. हम सब ने जैसे निर्णय लिए वैसे हम मंदिर में आए. ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് ദൈവത്തെ ആരാധിച്ചെന്ന് പകൽക്കാലം? कि मैं सवाल पूछना चाहता हूँ, कितने लोगों ने परमेश्वर को आराधना किया आज? ഒരുപക്ഷെ എല്ലാവരും പറയും ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചു. സ്തോത്രം. उससे सभी लोग कहेगा मैंने परमेश्वर की आराधना എന്നാൽ किया. നമ്മുടെ പ്രാർത്ഥനയെ കുറിച്ച്, നമ്മുടെ ആരാധനയെ കുറിച്ച് ദൈവം എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ഇന്ന് പകൽക്കാലം നാം ശോധന ചെയ്യേണ്ടതാണ്. हमें ये सोचना है कि हमारा प्रार्थना के ऊपर, हमारा आराधना के ऊपर परमेश्वर किस प्रकार से उसे लेते हैं. ഹല്ലേലൂയ. ഒരു കാര്യം നാം ഈ ഭാഗത്ത് നിന്ന് ഓർക്കണം. इस भाग से हमें एक चीज को याद करना है ദൈവസന്നിധിയിൽ വരുന്നവരെ ദൈവം കാണുന്നു. कि जो भी परमेश्वर सन्निधि में आता है उसे परमेश्वर देखता है. 2, ദൈവം അവരെ ശോധന ചെയ്യുന്നു. और परमेश्वर उन्हें परखता है. നമ്മെ എല്ലാം വിലയിരുത്തുന്ന ഒരു ദൈവമുണ്ട്. हम सबको परखने वाला एक परमेश्वर है. പ്രൈസ് ദി ലോർഡ്. हालेलुया. ദൈവം നമ്മെ വിലയിരുത്തുമ്പോൾ, जब परमेश्वर हमें परखता है, ദൈവത്തിന്റെ മുമ്പിൽ നാം മൂല്യമുള്ളവരായി കണ്ടാൽ നാം രക്ഷപ്പെട്ടു. സ്തോത്രം. कि परमेश्वर के सन्निधि में हम मूल्यवान अगर साबित होते हैं तो हम उद्धार पाते हैं. ഇവിടെ ഈ 2 പേരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, या इन दोनों के बारे में हम जब पढ़ते हैं, ഒരുത്തൻ പരീശൻ, एक है जो फरीसी, വേറൊരുത്തൻ ചുങ്കക്കാരൻ. दूसरा है जो चुंगा लेने वाला. പരീശനെ സംബന്ധിച്ച് फरीसी के लिए അവന്റെ മനോഭാവം റോങ് ആയി, അവന്റെ മനോഭാവം വളരെ തെറ്റായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. वो हम देखते हैं उसके जो सोच विचार है वो गलत है. ദൈവത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന മനോഭാവം
उसको परमेश्वर के ऊपर जो जानकारी है, തന്നോട് തന്നെ ഉള്ളതായിരിക്കുന്ന മനോഭാവം, वो अपने आप के बारे में जो सोच है, മറ്റുള്ളവരോടുള്ളതായിരിക്കുന്ന മനോഭാവം, दूसरों के बारे में जो उसका सोच है, അത് വളരെ തെറ്റായി നമുക്ക് കാണാനായിട്ട് കഴിയും. वो बहुत गलत हम देखते हैं. എന്നാൽ ചുങ്കക്കാരനെ സംബന്ധിച്ച് लेकिन जो चुंगा लेने वाला है उसके അവന് लिए ദൈവത്തോടുള്ള അവന്റെ മനോഭാവവും वो परमेश्वर को उसको जो देखना है, തന്നോട് തന്നെയുള്ള തന്റെ മനോഭാവവും अपने आप को जिस हिसाब से वो देखता है, മറ്റുള്ളവരോടുള്ള മനോഭാവവും वो दूसरों को किस प्रकार देखते हैं, വളരെ ശരിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. वो एकदम सही प्रकार हम देखते हैं. ഇവിടെ പരീശനെ സംബന്ധിച്ച് लेकिन फरीसी के लिए അവൻ ആലയത്തിൽ വന്ന് പറയുന്നുണ്ട്, वो मंदिर में आके कहता है, എനിക്ക് തോന്നുന്നു ഈ പരീശൻ പ്രാകാരത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. कि मुझे इस प्रकार लगता है कि फरीसी जो है कि പ്രാകാരം आंगन के पास खड़े हैं. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ചുങ്കക്കാരനെ സംബന്ധിച്ച് एक चुंगा जो लेते हैं उसके लिए അവൻ ആലയത്തിന്റെ ഏറ്റവും പുറകിലാണ് നിൽക്കുന്നത്. वो एकदम पीछे खड़ा है. പ്രൈസ് ദി ലോർഡ്. നിൽപ്പിലൊന്നും കാര്യമില്ല കേട്ടോ. तुम कैसे खड़ा उससे कुछ फर्क नहीं है. നിന്റെ മനോഭാവം നല്ലതാണെങ്കിൽ, तेरी जो सोच है वो सही है, നിന്റെ കാഴ്ചപ്പാട് നല്ലതാണെങ്കിൽ तेरा दृष्टिकोण सही है, ദൈവകൃപ അവിടെ ചലിക്കും. कि परमेश्वर वहां कार्य ദൈവ करेगा, സാന്നിധ്യം അവിടെ വെളിപ്പെടും. परमेश्वर का सानिध्य वहां प्रकट होगा. ഹല്ലേലൂയ. हालेलुया. പ്രൈസ് ഗോഡ്. ഇവിടെ പരീശനെ സംബന്ധിച്ച് यहाँ जो फरीसी को देखे, നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന അവന്റെ മനോഭാവം, वो परमेश्वर के बारे में उसका जो सोच है, അവൻ ആലയത്തിൽ വന്ന് നിന്നുകൊണ്ട് അവൻ ദൈവത്തോട് പറയുകയാണ്, वो मंदिर में आके परमेश्वर से कहता है, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, मैं हफ्ते में 2 बार उपवास करता हूँ, നേടുന്നതിലെല്ലാം പദാരം കൊടുക്കുന്നു. जो भी मुझे मिलते उन सब का मैं ताइद देता हूँ. പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड. പരീശനെ സംബന്ധിച്ച് അവൻ പറയുകയാണ്, ആഴ്ചയിൽ 2 വട്ടം ഞാൻ ഉപവസിക്കുന്നവനാണ്. कि फरीसी कहते हैं मैं हफ्ते में 2 बार उपवास रखता हूँ, നീ കിട്ടുന്നതിലെല്ലാം ദശാംശം കൊടുക്കുന്നവനാണ്. और जो भी मेरे कमाई उन सब में 10वां देता हूँ. പരീശനെ സംബന്ധിച്ച് പറ, കടുകിന് പോലും ദശാംശം കൊടുക്കുന്നവനാണ്. फरीसी जो है वो राई में भी वो दशांश देता है. പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ദൈവത്തോടുള്ള അവന്റെ മനോഭാവം ശരിയായ മനോഭാവം ആയിരുന്നില്ല. ये जो परमेश्वर के बारे में इसका जो सोच है वो सोच सही नहीं था. എന്ന് പറഞ്ഞ ബാഹ്യമായ പ്രവർത്തികൾ കൊണ്ട്, और बाहर के जो कार्यों से, ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് कि रीति रिवाज के द्वारा ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയും. वो सोचते परमेश्वर को प्रसन्न कर पाऊंगा, ദൈവപ്രസാദം നേടുവാനായിട്ട് കഴിയും, परमेश्वर के जो प्रसन्न है उसे पा पाऊंगा. നീതീകരിക്കപ്പെടുവാൻ കഴിയുമെന്നുള്ള ഒരു തെറ്റായ മനോഭാവം പരീശന് ദൈവത്തോടുള്ള ബന്ധത്തിലുണ്ടായിരുന്നു. उसने सोचा है जो बाहर से जो करता है रीति रिवाज से वो है धार्मिकता पा सकता है, उस प्रकार उसने सोचा. പ്രൈസ് ഗോഡ്. हालेलुया. എനിക്ക് തോന്നുന്നു ഇതുപോലെയൊക്കെ നമ്മുടെ ഇടയിലും പലരും ഒക്കെ ഉണ്ട്. मुझे लगता है हमारे बीच में इस प्रकार सोचने वाले होंगे. ഒരുപക്ഷേ ലോകത്തിൽ പലരെ എനിക്ക് നിങ്ങൾക്ക് സ്വാധീനിക്കാനായിട്ട് കഴിയും. हो सकता है कि दुनिया में बहुत सारे लोगों को हम एक दूसरे को इन्फ्लुएंस कर सकते हैं. പ്രൈസ് ഗോഡ്. हालेलुया. ഒരു മനുഷ്യനെ 4 പ്രാവശ്യം പൊക്കി പറഞ്ഞാൽ മതി, അവൻ പോക്കറ്റിലാകും. സ്തോത്രം. एक व्यक्ति के बारे में 4 बार उठा के कहो अपने पॉकेट में आ जाएंगे. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ സ്വാധീനിച്ച് അവന്റെ എന്ത് സാധനം വേണേലും നമുക്ക് മേടിച്ചെടുക്കുവാനായിട്ട് एक കഴിയും. व्यक्ति को इन्फ्लुएंस करके उसे कुछ भी चीज हम हासिल कर सकते हैं. എത്ര ഉന്നതന്മാരെ വേണേലും നമുക്ക് സ്വാധീനിക്കാം. कितने बड़े व्यक्ति को भी हम इन्फ्लुएंस कर सकते हैं. എന്നാൽ അതുപോലെ നമ്മുടെ ദൈവത്തെ നമുക്ക് സ്വാധീനിക്കുവാനായിട്ട് लेकिन കഴിയത്തില്ല. उस प्रकार हम परमेश्वर के साथ नहीं कर सकते हैं. ചിലരൊക്കെ പറയാറുണ്ട്, कुछ लोग कहते हैं പക്ഷേ ഒരു 21 അങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ, पास्टर 21 अभी हुआ है, അടുത്ത 31 ഇരിക്കാൻ പോവാ. अगला 31 बैठने वाला हूं. ഇരുന്നോ, കുഴപ്പമില്ല. बैठो चलेगा. ഇതുകൊണ്ടൊന്നും യേശുവിനെ സ്വാധീനിക്കാനായിട്ട് കഴിയത്തില്ല. इससे तो यीशु को प्रभाव नहीं कर सकते हैं. പ്രൈസ് ഗോഡ്. हालेलुया. പലപ്പോഴും ഇരിക്കുന്നത് ചട്ടിയും കലവും മേടിക്കാനാ. സ്തോത്രം. कि काफी बार जो हम लेते हैं वस्तुओं को लेने के लिए. ഹല്ലേലൂയ. हालेलुया. എന്നാൽ നിത്യതയ്ക്ക് അവകാശിയായി തീരുവാൻ, നിത്യതയുടെ വെളിച്ചത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പലപ്പോഴും ദൈവസന്നിധിയോട് പലരും അടുത്തു വരാറില്ല. काफी बार हमारा अनंत जीवन के लिए, अनंत जीवन के जो चीजों को पाने के लिए हम परमेश्वर करीब नहीं आते हैं. ഹല്ലേലൂയ. हालेलुया. പരീശൻ ചിന്തിച്ചത് ബാഹ്യമായ ആചാരങ്ങൾ കൊണ്ട്, അനുഷ്ഠാനങ്ങൾ കൊണ്ട് ദൈവത്തെ സ്വാധീനിക്കാനായിട്ട് കഴിയും. जो फारिसी ने उसने सोचा कि जो बाहर का जो दिखावट से रीति रिवाज से वो परमेश्वर को प्रसन्न कर पाएंगे. ഹല്ലേലൂയ. അങ്ങനെ ഒരിക്കലും
ഒരിക്കലും നമുക്ക് ദൈവത്തെ സ്വാധീനിക്കുവാനായിട്ട് കഴിയത്തില്ല. वैसे कभी हम परमेश्वर पे प्रभाव नहीं डाल सकते हैं. ദൈവം നമ്മുടെ ഉൾപ്പൂവുകളെയും നിലവുകളെയും ആരായുന്നവനാണ്. कि परमेश्वर में अच्छी तरह से जानने वाला है. അവന്റെ മുമ്പിൽ ഒന്നും മറവായിരിക്കുന്നില്ല. उसके पीछे कुछ भी छुपा हुआ नहीं है. മനുഷ്യന്റെ മുമ്പിൽ നല്ലവണ്ണം നമുക്ക് അഭിനയിക്കാം. कि इंसान के सामने हम ढोंग कर सकते हैं. സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ लेकिन सर्वशक्तिमान परमेश्वर के നമുക്ക് അവനെ सामने അഭിനയിച്ച് ദൈവപ്രസാദം മേടിക്കുവാനായിട്ട് കഴിയത്തില്ല. हम उसके सामने ढोंग करके उसका प्रसन्नता नहीं ले ഈ सकते हैं. പ്രസംഗിക്കുന്ന എന്നെയും यहाँ जो प्रचार करने वाले ഇവിടെ हमें, ഇരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് കാണുകയാ. यहाँ बैठे हर एक व्यक्ति को परमेश्वर देखता है. ദൈവം നിങ്ങളെ ഇന്ന് പകൽക്കാൽ ശോധന ചെയ്യുകയാ. आज परमेश्वर हमें आगवानी देता है. ഇന്നത്തെ ഈ ആരാധനയിൽ आज के इस आराधने में ദൈവപ്രസാദത്തിന് അർഹമായി कि परमेश्वर का प्रसन्नता के लिए, ദൈവത്തിന്റെ സ്പർശനം അനുഭവിച്ച് कि परमेश्वर का स्पर्शन को लेके, നീതീകരിക്കപ്പെട്ടവരായി कि धार्मिक बन के, അനുഗ്രഹിക്കപ്പെട്ടവരായി आशीषित होके, ഇന്ന് പകൽക്കാലം ഇവിടുന്ന് പോകണമെങ്കിൽ इधर आशीषित होके यहाँ से जाना है तो നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ താഴ്ത്തി കൊടുക്കണം. आपके हृदयों को आपको നമ്മുടെ ഹൃദയം ഇന്ന് പകൽക്കാലം ഉടയുവാനിടയാകണം. आज हमारे हृदय को तोड़ना है. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. जो भी अपने आप को उठाएगा उसे नीचे किया जाएगा. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. जो अपने आप को नम्र करेगा उसे उठाया जाएगा. ഉയർച്ച വേണോ? यदि आपको उठना है, അനുഗ്രഹം വേണോ? आशीषित चाहिए, നന്മ പ്രാപിക്കണമോ? भलाई चाहिए, യഥാർത്ഥമായ നിത്യതയുടെ അനുഭവത്തിൽ ഭൂമിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ हकीकत में नित्यता के अनुभव में अगर पृथ्वी में जीना है तो തിരുവചന വെളിച്ചത്തിന്റെ ഉള്ളിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയണം. हमें वचन के इस हिसाब से जीना आना चाहिए. ഹല്ലേലൂയ. आमीन. നമുക്ക് ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാ? हम परमेश्वर के बारे में क्या हमारा मनोभावना है? പ്രൈസ് ഗോഡ്. അത് हालेलुया. മാത്രമല്ല അവന്റെ തന്നോട് തന്നെ ഉള്ളതായിരിക്കുന്ന കാഴ്ചപ്പാട്. और वही हमें अपने बारे में क्या लगता है, അവൻ പറയുന്നുണ്ട്, वो इस प्रकार कहता है. പ്രൈസ് ദി ലോർഡ്. പരീശൻ പ്രാകാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. फरीसी जो है आंगन के पास खड़ा होकर कहता है. പണിത വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 11वें आयत में इस प्रकार पढ़ते हैं, പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, वो अपने आप से, ദൈവമേ परमेश्वर, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പ്രാർത്ഥിക്കുന്നത് वो जो प्रार्थना कर रहे हैं, അവൻ ദൈവത്തോടല്ല പ്രാർത്ഥിക്കുന്നത്, वो परमेश्वर से नहीं प्रार्थना कर അവൻ रहे, തന്നോട് തന്നെ वो പ്രാർത്ഥിക്കുകയാണ്. अपने आप से प्रार्थना कहता है. താഴോട്ട് വായിച്ചു വരുമ്പോൾ नीचे जब हम पढ़ते हैं, പിടിച്ചു പറിക്കാർ, जो लूटने वाले हैं, നീതികെട്ടവർ, जो धार्मिक काम नहीं करते, വ്യഭിചാരികൾ जो व्यभिचारी हैं, മുതലായ ശേഷം മനുഷ്യരെ പോലെയോ उस प्रकार के इंसानों के समान, ഈ ചുങ്കക്കാരനെ പോലെ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ना इस चुंगा लेने वाले के समान हूं मैं. പ്രൈസ് ദി ലോർഡ്. हालेलुया. നമ്മൾ എങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നത്? कि हम आज परमेश्वर कैसे आराधना करते हैं? കർത്താവേ നീ നല്ലവനാണ്, परमेश्वर तू भला है, കർത്താവേ അവിടുന്ന് ഉന്നതനാണ്, परमेश्वर तू भला है, അവിടുന്ന് സർവശക്തനാണ്, तू सर्वशक्तिमान അവിടുന്ന് है, സകലത്തിനും മതിയായവനാണ്. तू सब काफी നീ है, ഞങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിച്ചത് കൊണ്ട്, तू हमने पाप से हमें നീ छुड़ाया ഞങ്ങളുടെ बोल के, ബന്ധനങ്ങളെ അഴിച്ചത് കൊണ്ട്, तू हमारे बंधनों को ഞങ്ങളുടെ खोला, ഹൃദയത്തിൽ നീ സമാധാനവും സന്തോഷവും തന്നത് കൊണ്ട്, तू हमारे हृदय में शांति और समाधान दिया इसके लिए. അങ്ങനൊക്കെ പറഞ്ഞ് നമ്മൾ ആരാധിക്കുന്നത്. ऐसे ऐसे कह के हम आराधना करते എന്നാൽ ഈ हैं. മനുഷ്യൻ ദൈവത്തെ എങ്ങനെ ആരാധിക്കുന്നത്? लेकिन इस व्यक्ति ने किस प्रकार आराधना किया? പ്രൈസ് ദി ലോർഡ്. പിടിച്ചു പറിക്കാർ, कि जो लूटने वाले हैं, വ്യഭിചാരികൾ, जो व्यभिचारी हैं, നീതികെട്ടവർ, जो अधर्म करते हैं, അവിടെ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലും ഈ പുള്ളി വിടുന്നില്ല. ये जो बाजू में जो खड़ा हुआ चुंगा लेने वाले उसको भी नहीं छोड़ता ഈ है. ചുങ്കക്കാരനെ പോലെ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ये चुंगा लेने वाले के समान नहीं, मैं तेरी आराधना करता हूँ. പ്രൈസ് ദി ലോർഡ്. हालेलुया. ഹല്ലേലൂയ. हालेलुया. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താന് ദൈവത്തിന്റെ മുമ്പാകെ പറയാണ്, ഞാനാണ് ഏറ്റവും നല്ല വിശുദ്ധൻ, वो परमेश्वर के सामने कहता है कि मैं सबसे पवित्र हूँ, ഞാനാണ് പരിശുദ്ധൻ, मैं हूँ पवित्र, എന്നിൽ കഴിഞ്ഞൊരു വിശുദ്ധനില്ല, मुझे छोड़ के कोई पवित्र नहीं है, മറ്റുള്ളവരെല്ലാം തെറ്റാണ്, बाकी सब गलत है, മറ്റാരും ശരിയല്ല, बाकी कोई सही नहीं है, ഞാൻ മാത്രമേ ശരിയുള്ളൂ. मैं ही केवल सही हूँ. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ उस प्रकार के लोगों के जीवन में ദൈവകൃപ അനുഭവിക്കുവാനായിട്ട് കഴിയത്തില്ല. वो अपने जीवन में परमेश्वर के अनुग्रह को नहीं पा पाएंगे. മറ്റുള്ളവരോടുള്ളതായിരിക്കുന്നവന്റെ മനോഭാവം നമുക്ക് കാണാൻ वो കഴിയും. दूसरों के बारे में क्या सोचता है? ഇവൻ പറയുന്ന മറ്റുള്ളവരെല്ലാം പോക്ക് കേസുകളാണ്. वो कहते हैं बाकी सब खराब है. പ്രൈസ് ഗോഡ്. हालेलुया. മറ്റാരും രക്ഷപ്പെടത്തില്ല, दूसरा कोई उद्धार नहीं पाएंगे, എല്ലാവരും നശിച്ചു പോകും, सभी लोग नाश होंगे, ഞാൻ മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ. मैं केवल उद्धार पाएंगे. ഹല്ലേലൂയ. हालेलुया. പ്രൈസ് ഗോഡ്. എന്നാ ചുങ്കക്കാരനെ കുറിച്ച് നോക്കിക്കേ. लेकिन चुंगा लेने वाले के बारे में देखो,
അവന് ദൈവത്തോടുള്ള മനോഭാവം അവന്റെ ശരിയായിരുന്നു. वो परमेश्वर के बारे में उसका सोच सही था. ചുങ്കക്കാരനെ കുറിച്ച് പറയുന്നത് അവരെ കുറിച്ച് പറയുന്ന പാപികളാണെന്നാണ് പറയുന്നത്. പാപികൾ. वो चुंगा लेने वाले के बारे में कहते हो पापी हैं. ചുങ്കക്കാരെ വേശ്യമാരെ വ്യഭിചാരികളുടെ പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത്. चुंगा लेने वालों को व्यभिचारियों के हिसाब से देखा जाता है. നമുക്കറിയാം യേശുവിന്റെ അടുക്കൽ ഒരു ശാസ്ത്രി വന്നു. हम जानते हैं कि यीशु के पास एक शास्त्री आया. ശാസ്ത്രി എന്ന് പറഞ്ഞാൽ ചെറിയ പുള്ളിയല്ല. वो छोटा व्यक्ति नहीं है. ഒരു വലിയ പള്ളിയുടെ ഒരു വികാരി അച്ഛന്റെ പവറാണ് ശാസ്ത്രി എന്ന് പറയുന്നത്. शास्त्री जब कहते हैं कि बड़े कलीसिया का एक बड़ा पास अगुवाई रहता है. ആ പുള്ളി യേശുവിനോട് പറഞ്ഞു, वो यीशु से कहा, കർത്താവേ നീ എവിടെ പോയാലും परमेश्वर तू कहीं भी जाए ഞാൻ നിന്നെ അനുഗമിക്കാം. मैं तेरे पीछे होऊंगा. യേശു അവനോട് പറഞ്ഞു, यीशु ने से कहा പോയി പണി നോക്കാൻ പറഞ്ഞു. तू अपना काम देख. പ്രൈസ് ഗോഡ്. हालेलुया. പിന്നെ ഈ അച്ഛനെ ഒരിടത്തും നമ്മൾ കാണുന്നില്ല. फिर इस സ്തോത്രം. पादरी को हम दूसरा किधर भी नहीं देखता है. എന്നാൽ ചുങ്കക്കാരൻ മത്തായി लेकिन जो चुंगा लेने वाला मत्ताई ഒരു സ്ഥലത്ത് ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുക. एक जगह पे चुंगा ले रहा था. യേശു അതുവഴി പോയപ്പോൾ यीशु जब वहां से गया മത്തായിയോട് പറഞ്ഞു, मत्ताई से कहा നീ എന്നെ അനുഗമിക്കുക. तू मेरे पीछे हो ले. പ്രൈസ് ഗോഡ്. हालेलुया. നമ്മൾ വായിക്കുന്നു, वहां हम पढ़ते हैं അവൻ സകലതും വിട്ട് वो सब कुछ छोड़ के അവനെ അനുഗമിച്ചു. उसका पीछा किया. നിരാത്തി നമ്മൾ കാണുന്നത് പോലെയല്ല കർത്താവ് കാണുന്നത്. हम जिस प्रकार देखते उस प्रकार नहीं परमेश्वर देखता है. പ്രൈസ് ഗോഡ്. हालेलुया. നിരാത്തി കാലം മാടി മൂടി നമ്മെ നന്നായിട്ട് അവൻ അറിയാം. സ്തോത്രം. हमें समझता है कि हमें अच्छी तरह से वो जानने वाला परमेश्वर है. ഹല്ലേലൂയ. हालेलुया. ഇവിടെ ഈ ചുങ്കക്കാരൻ यहाँ जो चुंगा लेने वाला പ്രൈസ് ഗോഡ് ദൈവത്തെ കുറിച്ച് അവന് ശരിയായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. वो परमेश्वर के बारे में सही एक ज्ञान नहीं था. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, वो हम पढ़ते हैं അവൻ ദൈവത്തെ കാണുന്നത് और परमेश्वर को इस प्रकार देखते हैं. അവൻ നീതിമാനായിട്ടാ കാണുന്നത്, वो धार्मिक बोल के देखते हैं, പരിശുദ്ധനായിട്ടാ കാണുന്നത്. पवित्र बोल के देखते हैं. ഹല്ലേലൂയ. പാപികളെ രക്ഷിക്കുന്നവനായിട്ട്, पापियों को उद्धार करने वाला, പാപിയെ സ്നേഹിക്കുന്നവനായിട്ട്, पापी से प्रेम करने वाला, പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുവനായിട്ടാണ് ചുങ്കക്കാരൻ ദൈവത്തെ കാണുന്നത്. ये जो चुंगा लेने वाला परमेश्वर को इस प्रकार देखता तो पाप से नफरत करते और पापियों से प्रेम करने वाला है. പ്രൈസ് ഗോഡ്. हालेलुया. ഒരുപക്ഷേ ദൈവത്തെ അവന് ആരാണെന്ന് അറിയാം, ഈ ദൈവം ആരാണെന്ന് അവൻ അറിയാം. हो सकते उसको पता है परमेश्वर कौन है. അപ്പോൾ തന്നെ താൻ ആരാണെന്നും തനിക്കറിയാം. तो उसको ये भी पता है वो कौन है. ദൈവം പരിശുദ്ധനാണ്, परमेश्वर पवित्र है, അവൻ ഉന്നതനാണ്, वो महान है, അവൻ പാപത്തെ വെറുക്കുന്നവനാണ്, वो पाप को नफरत करने എന്നാൽ അവൻ वाला है, പാപിയെ സ്നേഹിക്കുന്നവനാണ്, जो पापी से प्रेम അവൻ करने वाला है, പാപക്ഷമ കൊടുക്കുന്നവനാണ്. पापों को क्षमा करने वाला है. എന്നാൽ ചുങ്കക്കാരൻ അവനെ കുറിച്ചുള്ള അവന്റെ കാഴ്ചപ്പാട്, उसको अपने बारे में पता था चुंगा लेने वाले को. അവൻ സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ കഴിയാതെ, वो स्वर की ओर भी नजर ना उठाते हुए പ്രൈസ് ഗോഡ്, അവൻ മാറത്തടിക്കുകയാണ്. वो अपने छाती पे मार रहे हैं. അവനറിയാം അവൻ ആരാണെന്ന്. वो जानता है कि वो कौन है. ഒരുപക്ഷെ അവന്റെ കാഴ്ചപ്പാടായിരിക്കാം ആലയത്തിന്റെ ഏറ്റവും പുറകിൽ അവനെ നിർത്തിയത്. हो പ്രൈസ് सकते ഗോഡ്. हैं उसके एहसास है कि उसने उसको मंदिर के सबसे पीछे खड़ा कराया. ഹല്ലേലൂയ. हालेलुया. ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, जब परमेश्वर के पास आते हैं, ഹല്ലേലൂയ, ആരാധനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ, जब आराधना के लिए आता ദൈവമേ, है, എന്നെ നിന്നെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാകണം. यहाँ अपने बारे में भी एक होश होना ഞാൻ चाहिए. ആരാണ്, मैं कौन हूँ, എന്റെ ദൈവം ആരാണ്. मेरा परमेश्वर कौन है. हमें ഹല്ലേലൂയ. അവൻ സർവശക്തനാണ്, वो सर्वशक्तिमान है, ഉന്നതനും ഇത് ഉന്നതനും, वो ऊंचाई से ऊंचा है, അതിന്റെ മീതെ അത്യുന്നതനും വ്യാപരിക്കുന്നു. उसके ऊपर कोई भी नहीं है. അവൻ സർവശക്തനായ वो ദൈവമാണ്. सर्वशक्तिमान परमेश्वर है. പ്രൈസ് ഗോഡ്. हालेलुया. ഇന്നും നമ്മുടെ ജീവിതം നോക്കിയാൽ आज हमारे जीवन को देखें, യോഗ്യതകളെക്കാൾ കൂടുതൽ അയോഗ്യതകളായിരിക്കാം. हालेलुया, हम योग्यता से बढ़कर हमारा अयोग्यता है. ഒരിക്കൽ പ്രൈസ് ഗോഡ് ശതാധിപൻ പറഞ്ഞു, एक सिपाही ने इस प्रकार कहा, യേശുവിന്റെ അടുത്ത് ചെന്നപ്പോൾ ശതാധിപനോട് യേശു പറഞ്ഞു, एक सरदार ने इस प्रकार कहा जब वो यीशु के पास आया, ഞാൻ നിന്റെ വീട്ടിൽ വരും, मैं तेरे घर पे आऊंगा, ഞാൻ നിന്റെ ദാസനെ തൊട്ട് സൗഖ്യമാക്കും, मैं तेरे दास को छू के चंगा करूंगा, നമുക്കാണ് വലിയ സന്തോഷമാകും. हमें बहुत आनंद होगा. പ്രൈസ് ദി ലോർഡ്. ശതാധിപൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, लेकिन वो सूबेदार ने इस प्रकार कहा, കർത്താവേ നീ എന്റെ വീട്ടിലോട്ട് വരണ്ട. परमेश्वर तू मेरे घर में मत था. പ്രൈസ് ഗോഡ്. हालेलुया. ഹല്ലേലൂയ. അവന്റെ വീട് ചെറുതായത് കൊണ്ടല്ല, उसका घर छोटा है बोल के नहीं, അവൻ അധികാരമുള്ളവനാണ്, उसको अधिकार है, സ്വാധീനമുള്ളവനാണ്, उससे प्रभाव है, പണമുള്ളവനാണ്, धन है, സമൂഹത്തിൽ സ്വാധീനമുള്ളവനാണ്, समाज में उसका प्रभाव है, ഉന്നതനായ മനുഷ്യനാ. एक बड़ा व्यक्ति है. പക്ഷെ യേശു വീട്ടിൽ വരാന്ന് പറഞ്ഞപ്പം जब यीशु घर में आता हूँ कहा, യേശുവിനോട് പറഞ്ഞു, यीशु से कहा നീ എന്റെ വീട്ടിലോട്ട് വരുവാൻ
तू मेरे घर आने के लिए। എനിക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. मुझे बहुत कमियां എന്റെ हैं। ഭവനത്തിന് ഒരുപാട് പോരായ്മകളുണ്ട്. मेरे घर को बहुत सारी कमियां हैं। Praise God. हालेलुया। യേശുവിന്റെ മുമ്പിൽ വരുമ്പോൾ, जब यीशु के सामने आते हैं, ദൈവസന്നിധി വരുമ്പോൾ, जब परमेश्वर की सन्निधि में आता है, ഇന്ന് പകൽക്കാലം നാം നമ്മെ വിലയിരുത്തുമ്പോൾ, जब अपने आप को हम परखता है, ഇതുപോലെ നമുക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ, इस प्रकार यदि हम देख सकते हैं, യേശയ്യാവിന് ആ കാഴ്ചപ്പാടുണ്ട്. കർത്താവിന്റെ ദാസൻ അത് പറഞ്ഞല്ലോ. जैसे परमेश्वर दास ने बोला यशायाह को प्रकाश मिला, തേജസ്കരിക്കപ്പെട്ട കർത്താവിന്റെ മുമ്പിൽ, जब महिमा में प्रकट हो परमेश्वर के सामने, ഹല്ലേലൂയ, ശ്രാഫ്യന്മാർ രണ്ടുകൊണ്ട് പാദം മൂടി, कि स्वर्गदूत दो पंगों से पैर को ढके, രണ്ടുകൊണ്ട് മുഖം മൂടി, दो से चेहरे को ढका, രണ്ടുകൊണ്ട് പറന്ന് നിന്ന്, और दो से वो उड़ा। സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ, सेनों का परमेश्वर पवित्र पवित्र कहा। ആ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ वो परमेश्वर के തന്റെ सानिध्य के അശുദ്ധി सामने തനിക്ക് കാണുവാൻ കഴിഞ്ഞു. उसने अपने തന്റെ കുറവുകളെ തനിക്ക് കാണുവാൻ കഴിഞ്ഞു. उसकी कमियों को देखा। അയ്യോ, അശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ. बोले मैं अशुद्ध जीवों वाला एक व्यक्ति है। ഹല്ലേലൂയ. हालेलुया। ദൈവസന്നിധിയോട് വരുമ്പോൾ जब परमेश्वर के पास जब आते നമുക്ക് ഈ हैं, ഒരു മനോഭാവം ഉണ്ടാകണം. हमें इस प्रकार की एक सोच होना चाहिए। ചുങ്കക്കാരനെ സംബന്ധിച്ച് चुंगा लेने वाले के लिए देखिए, അവനെ ഏറ്റവും പുറകിൽ നിർത്തിയത് वो सबसे पीछे खड़ा था। അവനെ കുറിച്ചുള്ള അവന്റെ ഒരു മനോഭാവമാണ്. उसके बारे में उसका जो एहसास है, അത് മാത്രമല്ല, അവിടെ നിന്ന് അവൻ നെഞ്ച് ചങ്കത്തടിക്കുകയാണ്. वही नहीं वहां खड़े होकर छाती पे मारा। അവൻ പറയുന്ന വാക്കുപോലും वो जो कहने वाली बातें भी, ആ ബോഡി ലാംഗ്വേജ് അത് അക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക. वो हकीकत में उसे स्वीकार कहता है। പലപ്പോഴും ദൈവസന്നിധി നമ്മൾ പല വാക്കുകളൊക്കെ പറയാറുണ്ട്. हम बहुत बार परमेश्वर सन्निधि में बहुत सारे बातें कहते അങ്ങേ हैं, ഞാൻ ആരാധിക്കുന്നു, मैं तुझे आराधना करता हूँ, കർത്താവെ താഴ്ത്തുന്നു, मैं अपने आप को नम्र करता हूँ, അങ്ങേക്ക് മഹത്വം കരേറ്റുന്നു, तुझे महिमा देता हूँ, യേശുവേ നീ നല്ലവൻ. यीशु तुम अच्छा है। പക്ഷെ ഇതൊക്കെ ഹൃദയം പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യാറില്ല. लेकिन बहुत बार ये सब बातें जो हमारा हृदय स्वीकार नहीं करता है। എന്നാൽ ഇന്ന് പകൽക്കാലം ചുങ്കക്കാരൻ लेकिन ये जो चुंगा लेने അവന്റെ वाला, ആദരത്തിൽ കൂടെ വരുന്ന ഓരോ വാക്കുകളും उसके जबान से आने वाला हर एक അവന്റെ बातों में ഹൃദയം അക്സെപ്റ്റ് ചെയ്യുക. उसके हृदय ने स्वीकार किया हुआ है। അവൻ പാപിയായ എന്നോട് वो बोला मैं जो पापी मुझसे, കരുണ തോന്നണമേ. तू मुझ पे दया कर। നമുക്കവിടെ കാണാൻ കഴിയുന്നത്, हम वहां देखते हैं, പ്രൈസ് ഗോഡ്, അത് മാത്രമല്ല മറ്റുള്ളവരോടുള്ള അവന്റെ മനോഭാവം. वो इन्हें वो दूसरों को इस प्रकार देखते हैं, മറ്റുള്ള ആരെ കുറിച്ചും അവൻ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. वो किसी और के बारे में कुछ नहीं कहता है। പരീശനാണ് ചുങ്കക്കാരനെ പോലും വെറുതെ വിടുന്നില്ല. फरीसी जो है चुंगा लेने वालों को भी नहीं छोड़ता है, ചുങ്കക്കാരൻ ആരെ കുറിച്ചും പറയുന്നില്ല. लेकिन चुंगा लेने वाला किसी के बारे में नहीं कहता है। എന്താ അതിന്റെ കാരണം? उसका कारण क्या है? കർത്താവേ, परमेश्वर, എല്ലാവരെക്കാളും കുറവുള്ളവൻ ഞാനാ. सबसे कमी जो है वो मुझ में है, മറ്റുള്ളവരെക്കാളല്ല ഒരുപാട് പോരായ്മകളുള്ളവൻ ഞാനാ. कि बाकी सबसे बहुत सारी कमियां हैं मेरे जीवन में, എങ്കിലും നീ കരുണ തോന്നുന്നവനാ. लेकिन उसके बावजूद तू करुणा रखने करुणा वाला തോന്നുന്നവനാ. परमेश्वर, तू करुणा से भरा हुआ है। തിമായിയുടെ മകനായ ബർത്തിമായി, तिमाई का जो बेटा है, വഴിയരികിൽ ഇരുന്ന ഒരു ബർത്തിമായി, वो जो रास्ते में बेटा तिमाई, അവൻ ചെറിയ ഒരു പ്രാർത്ഥന, वो छोटा सा एक प्रार्थना, യേശുവേ ദാവീദിന്റെ പുത്ര, यीशु दावीद का संतान, എന്നോട് കരുണ തോന്നണം. मुझ पे करुणा कर। അവന്റെ ചെറിയ പ്രാർത്ഥന उसकी छोटी प्रार्थना യേശുവിനെ സ്വാധീനിച്ചു. यीशु पे प्रभाव डाला, യേശുവിനെ സ്പർശനം അനുഭവിക്കാനിടയായി. यीशु का स्पर्शन उसने അവന്റെ पाया। ജീവിതത്തിന്റെ വഴിയരികിൽ നിന്ന് അവന്റെ ജീവിതത്തിന്റെ ഉന്നതിയിൽ എത്തുവാൻ ദൈവം കൃപ നൽകി. वो जीवन के रास्ते में से जीवन की उन्नति की ओर वो बढ़ा। പ്രൈസ് ഗോഡ്. हालेलुया। ഞാൻ വാക്കിവിടെ നിർത്തുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. मैं यहाँ समाप्त करने से पहले एक दो बातें याद करता हूँ। ഇവിടെ ഈ ഭാഗം തുടങ്ങുമ്പോൾ यहाँ जब ये आरंभ होता है, അതിന്റെ 10ാം വാക്യം നമ്മളിങ്ങനെ 11ാം വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. उसके 11वें आयत में इस प्रकार हम पढ़ते हैं, ഒരുത്തൻ പരീശൻ, एक फरीसी, മറ്റവൻ ചുങ്കക്കാരൻ. दूसरा चुंगा लेने वाला। എന്നാൽ ഈ പ്രാർത്ഥന തീരുമ്പോൾ लेकिन जब प्रार्थना समाप्त होता है, മറ്റവൻ അങ്ങനെയല്ല. 14ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മതി, പ്രൈസ് ഗോഡ്. മക്കളെ, ഈ പ്രാർത്ഥന തുടങ്ങുമ്പോൾ മറ്റവൻ ആരാണെന്ന് അറിയാവോ? ये जब प्रार्थना शुरू होते तो पता है दूसरा कौन है? പ്രൈസ് ഗോഡ്. മറ്റവൻ ഇവിടെ ചുങ്കക്കാരനാ പ്രാർത്ഥന തുടങ്ങുമ്പോൾ. कि दूसरा जो है वो चुंगा लेने वाला जो प्रार्थना आरंभ करता है। എന്നാൽ ഈ പ്രാർത്ഥന തീരുമ്പോൾ മറ്റവൻ ആരായി മാറി? लेकिन जब प्रार्थना समाप्त होते समय दूसरा कौन बन गया? പരീശനായി മാറി. वो फरीसी बन गया। പ്രൈസ് ഗോഡ്. हालेलुया, ഹല്ലേലൂയ. हालेलुया। മുമ്പന്മാർ പലർ പിമ്പന്മാരും,
कि आगे जो है बहुत बार वो पीछे होता है പിമ്പന്മാർ പലൻ മുമ്പന്മാരുമാകും. और जो पीछे रहते हो आगे बढ़ जाते हैं തമ്പുരാന് മുഖപക്ഷമില്ല. परमेश्वर को भेदभाव नहीं है ദൈവം എല്ലാവരെ കാണുന്നു. परमेश्वर सबको देखता है അവന്റെ അടുക്കൽ വരേണ്ടതുപോലെ വന്നാൽ उसके पास जिस प्रकार आना उस प्रकार वो आएंगे ദൈവം ആരാണെന്നും परमेश्वर कौन है ഞാൻ ആരാണെന്നും मैं कौन हूँ മറ്റുള്ളവർ ആരാണെന്നും दूसरे कौन है ദൈവത്തിന്റെ മഹത്വത്തിന്റെ വില മനസ്സിലാക്കി അവനെ ആരാധിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ कि परमेश्वर की महिमा को जान के उसे आराधना करने वालों पे ദൈവകൃപ ചലിക്കുവാനിടയായി തീരും. परमेश्वर की महिमा प्रकट होगा പ്രൈസ് ഗോഡ്. हालेलुया നമുക്കൊരിക്കലും സൂത്രത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് കഴിയത്തില്ല. हमें कभी भी चुटकी में आशीष नहीं पा सकते हैं ഹല്ലേലൂയ. हालेलुया വചനപ്രകാരം മാത്രമേ നമുക്ക് നന്മ പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. वचन की द्वारा ही हम आशीष को पा सकते हैं ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്കുള്ളിൽ മാത്രമേ നാം വിടുതൽ പ്രാപിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. परमेश्वर के वचन में जो व्यवस्था है उसी प्रकार हम छुटकारा पा सकते हैं ദൈവവചന പ്രകാരം മാത്രമേ നാം നിത്യതയ്ക്ക് അവകാശികളായി മാറത്തുള്ളൂ. परमेश्वर के वचन के द्वारा ही हम अनंत जीवन का हकदार बनते हैं കേൾക്കപ്പെട്ട സന്ദേശത്തിന്റെ മുമ്പിൽ कि जो सुना हुआ वचन के ഇന്ന് सामने പകൽക്കാലം ശോധന ചെയ്യാം. हम अपने आप को परखते हैं നമ്മൾ ഇന്ന് പകൽക്കാലം നീതീകരിക്കപ്പെട്ടവരെ നാം ഭവനത്തിലേക്ക് പോകണം. कि आज हमें धार्मिकता पाक के घर में जाना നാം है അനുഗ്രഹിക്കപ്പെട്ടവരായി നാം ഭവനത്തിലേക്ക് हम പോകണം. आशीषित होकर घर पे जाना है ഹല്ലേലൂയ. हालेलुया ദൈവപ്രസാദത്തിന് അർഹമായി നമ്മുടെ ഭവനത്തിലേക്ക് നമുക്ക് കടന്നു പോകാനിടയായി തീരട്ടെ. परमेश्वर का प्रसन्न बन के हम अपने घर में जाना है ദൈവം മറ്റുള്ളവരുടെ കയ്യടിയല്ല വിഷയം. दूसरों के हाथ ताली नहीं है ദൈവം എന്നെ എങ്ങനെ വിലയിരുത്തുന്നു, परमेश्वर मुझे कैसे परखता है ദൈവം എന്നെ എങ്ങനെ കാണുന്നു, परमेश्वर मुझे कैसा देखता അതിലാണ് है കാര്യം. उसमें है काम പ്രൈസ് ഗോഡ്. हालेलुया ഇന്ന് പകൽക്കാലം ദൈവഗത പ്രകാരം ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. आज के दिन परमेश्वर की इच्छा के समान जीने के लिए परमेश्वर ആ हमें आनंद കരങ്ങളെ दे। ഉയർത്തി നമുക്ക് ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം वो ചെയ്യാം. हाथों को उठा के परमेश्वर को धन्यवाद ഹല്ലേലൂയ. देंगे ഹല്ലേലൂയ. हालेलुया ഹല്ലേലൂയ. हालेलुया ദൈവവചനം ശുശ്രൂഷിപ്പാൻ അവസരം തന്ന ये जो सेवकाई के जो मदद समय दिया ഭഗവാന്റെ കർത്താവിന്റെ ദാസനുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചെന്റെ വാക്ക് നിർത്തുന്നു. कि परमेश्वर के दास को धन्यवाद बोल के मैं अपनी കർത്താവ് बातों को നമ്മെ रखता हूं। ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर आप सभी को आशीषित करे।